നമസ്കാരം. പാമരന്റെ ഗീത എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഭഗവത്ഗീത പ്രഭാഷണ പരമ്പരയുടെ 27ാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അംബേ വന്ദേ ഭഗവദ്ഗീതേ സദ്ഗുണദായിനി മാ ജയ ത്രിഗുണാതീതേ മാ മാനസരഞ്ജിനി മാമകദേവി ഭവസാഗര ഭയമോക്ഷപ്രദായിനി ധൈര്യപ്രദായിനി മാ ആത്മജ്ഞാനപ്രദായിനി മാ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 23ാമത് ശ്ലോകമാണ്. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹ യുദ്ധേ പ്രിയചികീർഷവഃ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അർജുനൻ പറയുകയാണ് ശ്രീകൃഷ്ണനോട്, എനിക്ക് ആരൊക്കെയാണ് എന്നോട് എതിരിടാനായിട്ട് യുദ്ധസന്നദ്ധരായി വന്നു നിൽക്കുന്നവർ, അവരെ എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണണം. അതുകൊണ്ട് 2 സേനകളുടെയും മധ്യത്തായി എൻ്റെ രഥം നിർത്തിത്തരിക എന്ന് തൻ്റെ തേരാളിയായ സാരഥിയായ അർജുനനോട് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. ഈ ശ്ലോകത്തിൽ അർജുനൻ തുടർന്ന് പറയുകയാണ്. എന്താണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്? നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ അണിനിരന്നിരിക്കുന്നവരെല്ലാം ദുഷ്ടനും ദുരാചാരിയും ദുഷ്കർമ്മിയും അധർമ്മിയും കുടിലബുദ്ധിയുമായ ദുര്യോധനനെ പ്രീണിപ്പിക്കാനും അവൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളാൻ ആഗ്രഹിച്ചും എത്തിയിരിക്കുന്നവരാണ്. ദുര്യോധനോടുള്ള ഇഷ്ടവും താല്പര്യവും കൊണ്ട് അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ് അവർ. എന്താണോ അയാൾക്കിഷ്ടം, ദുര്യോധനിഷ്ടം, അതേപോലെ അയാളുടെ ആഗ്രഹം മനസ്സിലാക്കി, ഇഷ്ടം മനസ്സിലാക്കി ചെയ്തു കൊടുത്ത് അയാളെ സഹായിക്കാനും പ്രീണിപ്പിക്കാനും പ്രീതിപ്പെടുത്തുവാനുമായിട്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാനോട് ഇപ്രകാരം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. യുദ്ധം അനാവശ്യമാണെന്നോ വേണ്ടാത്തതാണെന്നോ ഉള്ള ഒരു നേരിയ ചിന്ത പോലും അർജുനന്റെ മനസ്സിൽ ഈ നിമിഷം വരെയും കടന്നുകൂടിയിട്ടില്ല. മാത്രമല്ല, യുദ്ധം ചെയ്യണമെന്നും ദുർബുദ്ധിയായ ദുര്യോധനന്റെ പക്ഷത്തുള്ളവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വിജയം കൈവരിക്കണമെന്നും അർജുനൻ അതിയായി ആഗ്രഹിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ശത്രുനിരയിൽ നിരന്നു നിൽക്കുന്ന പടയാളികളെയും പടത്തലവന്മാരെയും പറ്റി അർജുനന് യാതൊരു മതിപ്പുമില്ല എന്ന് മാത്രമല്ല, അവരെയെല്ലാം പരാജയത്തിൻ്റെ കയ്പുനീർ കുടിപ്പിക്കണമെന്ന് അർജുനന് അദമ്യമായ ആഗ്രഹവുമുണ്ട്. എന്നാൽ നേരിട്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായി അവരെയെല്ലാം ഒന്ന് വ്യക്തമായി കണ്ട് ആരെല്ലാമാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായി അറിയണം, മനസ്സിലാക്കണം. ശത്രുവിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കി യുദ്ധതന്ത്രങ്ങൾ മെനയാം. അങ്ങനെ ആയിരിക്കാം അർജുനൻ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത്. അതിനായാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ തൻ്റെ രഥം ഇരുസേനകളുടെയും ഒത്ത മധ്യത്തിൽ നിർത്താൻ അർജുനൻ ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഇതിലുള്ള പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളുടെ അർത്ഥം എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. യോത്സ്യമാനാൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന, അഹം അപേക്ഷേ ഞാൻ കാണട്ടെ, യ ഏതേ അത്ര സമാഗത ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് യുദ്ധം ചെയ്യാനായി അവരെല്ലാം ഞാനൊന്ന് കാണട്ടെ. യ ഏതേ അത്ര സമാഗത എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ അതാണ്. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധി, ദുർബുദ്ധിയായ ദുര്യോധനൻ, അതാണ് ധാർത്തരാഷ്ട്രസ്യ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രന്റെ മകനായിട്ടുള്ള ദുർബുദ്ധിയായിട്ടുള്ള ദുര്യോധനന് പ്രിയ ചികീർഷവ എന്ന് പറഞ്ഞാൽ ഇഷ്ടമായ വിധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട്, ധൃതരാഷ്ട്രന്റെ മകനായ ദുർബുദ്ധിയായ ദുര്യോധനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനായി ആഗ്രഹിച്ചുകൊണ്ട്, അതാണ് പ്രിയ ചികീർഷവ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ഈ അധ്യായം പൂർണ്ണമാകുന്നു.
അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാം കയ്യിലുള്ള ഭഗവത്ഗീതയിൽ 23-ാമത്തെ ശ്ലോകം, 1-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം നോക്കുക. അത് നമ്മളെ ഒരുമിച്ച് പാരായണം ചെയ്യാൻ പോവുകയാണ്. യോത്സ്യമാനാനപേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവഃ. നന്ദി, നമസ്കാരം.